ഹനുമാൻ അശോകവനത്തിലെത്തി, അമ്മേ, നമ്മൾ വിജയിച്ചു, രാവണൻ കൊല്ലപ്പെട്ടു. സീതയ്ക്ക് സന്തോഷം കൊണ്ട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. വിഭീഷണന് സീതയെ രാമന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ സീതയുടെ പരിശുദ്ധി തെളിയിക്കാൻ അഗ്നിദേവൻ സാക്ഷിയായി അഗ്നിപരീക്ഷ നടന്നു. അഗ്നിദേവൻ പ്രത്യക്ഷനായി. അഗ്നിദേവന്റെ കൈകളിൽ യാതൊരു പോറലുമേൽക്കാത്ത സൂര്യതേജസ്സോടെ സീത ഇരിക്കുന്നുണ്ടായിരുന്നു. സീതയെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാമൻ ലോകത്തോട് പറഞ്ഞു, സീത പരിശുദ്ധയാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്നാൽ ലോകം അവളെ സംശയിക്കാൻ ഇടവരരുത്. അവൾ അഗ്നിയിൽ പ്രവേശിച്ചു പുറത്തു വരുന്നത് കണ്ട ലോകത്തിന് ഇനി സീതയെ കുറിച്ച് ഒരു സംശയം ഉണ്ടാവില്ല. സൂര്യന് പ്രഭയെന്ന പോലെ സീത എന്നും എന്റേതാണ്. രാമൻ അയോധ്യയിലേക്ക് തിരിക്കും. जन्म जन्म की खोज बताए, राम से चल के राम पे आए। प्रेम कोई हमें और न जाने, राम से रूठे राम से माने। मंगल भवन अमंगल हारी, द्रवहु सुदशरथ अजर बिहारी। राम सिया राम जय जय राम। राम सिया राम जय जय राम।
വശിഷ്ഠാദി മുനികളുടെ കാർമ്മികത്വത്തിൽ സുമന്ത്രൻ തുടങ്ങിയ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ശ്രീരാമൻ സിംഹാസനസ്ഥനാകുന്നു. അതോടെ ലോകം മുഴുവൻ ധർമ്മവും സമാധാനവും നിറഞ്ഞ രാമരാജ്യം പിറവിയെടുക്കുന്നു. അയോധ്യയുടെ അധിപനായിട്ടും പിതൃവാക്യ പരിപാലനത്തിനായി സർവ്വ സുഖങ്ങളും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പുറപ്പെട്ട ത്യാഗശീലനാണ് ശ്രീരാമചന്ദ്രൻ. കരുണയുടെ കടലായ സത്യം മാത്രം ശീലിച്ച ആ മഹാരാജാവിന്റെ ജീവിതം ഓരോ മനുഷ്യനും വഴികാട്ടിയാണ്. നന്മയുടെയും സ്നേഹത്തിന്റെയും ആ രാമചൈതന്യം ഇന്ന് ഈ വേദിയിൽ നമ്മുടെ രാമാമൃതം കുരുന്നുകളിലൂടെ വീണ്ടും പുനർജനിച്ചു. രാഘവ രാമ ശ്രീ രഘുരാമ